അമ്മച്ചി എന്തെടുക്കുവാ? നിന്റെ കണ്ണിൽ കുരുവാണോ? ഞാൻ തുണി പിടിക്കണ കാണാമ്പല്ലേ? എന്താ ഒരു കള്ള ലക്ഷണം? അയ്യേ, കള്ള ലക്ഷണമൊന്നുമില്ല. ഞാൻ ആലോചിക്കായിരുന്നു അമ്മച്ചി, ഞാൻ എന്ത് എടുത്തുചാട്ടക്കാരിയല്ലേ? അതിപ്പോഴാണ് നിനക്ക് മനസ്സിലായ? നീ കൂടും കുടുക്കൊക്കെ ഇട്ടൊന്ന് വീട്ടിൽ നീ ആടിയപ്പോഴേ എനിക്ക് മനസ്സിലായി നീ എന്തെടുത്ത് കാട്ടിയ കാര്യമാണ്. അമ്മച്ചിയുടെ ഒരു തമാശക്കാരി അമ്മച്ചി. വിളച്ചെടുക്കല്ലേ, എന്താ പറയാമെന്ന് വെച്ചാ പറ. അല്ല അമ്മച്ചി, നമ്മളെ രാവിലെ ഈ വീട് മാറുന്ന കാര്യം പറഞ്ഞില്ലേ? പിന്നെ ആലോചിച്ചപ്പോ അത് വേണ്ടാന്ന് വെച്ചു. അല്ല, വേണമെന്ന് വെച്ചാലും നടക്കൂല. അല്ല, ശരിക്കും ഞാനൊന്ന് ആലോചിച്ചപ്പോഴേ അമ്മച്ചിയുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കുന്നത് ശരിയാണോ? അമ്മച്ചിക്ക് എത്ര കാലം ഇവിടെ താമസിക്കണം അത്രയും കാലം അമ്മച്ചി ഇവിടെ താമസിച്ചോ. ഇനിയിപ്പൊ അമ്മച്ചി മാറണമെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം അമ്മച്ചി. അയ്യോ, പവിത്രേട്ടൻ വന്നു. ഞാൻ പോയിട്ട് നമ്മൾ ഇവിടെ തന്നെയാ താമസിക്കുന്നതെന്ന് പറയട്ടെ. അത് കേൾക്കുമ്പോ പവിത്രേട്ടന് ഒത്തിരി സന്തോഷമാവും. അയ്യോ, എന്തൊരു കാടാ ഇവിടൊക്കെ. ഇതിനകത്ത് പാമ്പുണ്ടാവും അമ്മച്ചി? പാമ്പൊക്കെ അവിടെ ഇരുന്നോട്ടെ, നീ കഷ്ടപ്പെട്ട് അതിന് ചോറും കറിയൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. ചെല്ലി. ആ പവിത്രേട്ടാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. രണ്ടും കള്ളത്തരം ഉണ്ടല്ലോ. പവിത്രേട്ടാ, നീ പോയിച്ചിട്ട് വെള്ളം എടുത്തു വന്ന എന്നാ ചൂടാ? വെള്ളമൊക്കെ എടുത്തോണ്ട് വരാം. പോയ കാര്യം എന്തേ അത് പറ. ഏത് കാര്യം? അല്ല, ആലീസ് ചേച്ചിക്ക് വീട് നോക്കണമെന്ന് പറഞ്ഞ കാര്യം. ഇനി അതൊന്നും നടപടിയുള്ള കാര്യമൊന്നുമല്ല. നീ പിന്നെ ഈ ലോകത്തുള്ള വീടിന്റെ ലിസ്റ്റ് മുഴുവൻ ഞാൻ അവർക്ക് കൊടുത്തു. അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങോട്ട്. ആണോ? അല്ല, ഇപ്പൊ ശരിക്കും പ്രശ്നം എന്താ? ഇനിയിപ്പൊ ഇവര് ഈ വീട് മാറാൻ വേണ്ടിട്ട് ഓരോ കാരണങ്ങൾ പറയുന്നില്ലേ? ഇതിനേക്കാൾ മോശമാണെങ്കിലോ ചെന്ന് കയറാൻ പോകുന്ന പുതിയ വീട്ടില് ശരിക്കും എന്താ പവിത്രേട്ടാ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നീ ഇച്ചിരി വെള്ളം എടുത്തോണ്ടോ കുടിക്കാൻ? വെള്ളമൊക്കെ എടുത്തോണ്ട് വരാൻ പവിത്രേട്ടാ. അതിനു മുമ്പ് ഞാൻ കാര്യം പറയട്ടെ. എന്നാ വേണം? ഞാനേ രാവിലെ ഈ വീട് മാറുന്ന കാര്യം പറഞ്ഞില്ലേ? എന്നാ നമുക്കിപ്പൊ ഉടനെ ഒന്നും ഈ വീട് മാറണ്ട. ഓഹോ, ഇപ്പൊ എന്നാ തോന്നി? ഇപ്പൊ ഇങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിട്ട്? നല്ല ബുദ്ധി തോന്നിയതൊന്നുമല്ല. ആ കൈ നോക്കി ബലം പറയുന്ന ശങ്കരൻ ചേട്ടനില്ലേ, പുള്ളിക്കാരൻ പറഞ്ഞു ഉടനെ ഒന്നും ഈ വീട് മാറണ്ടാന്ന്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാളൂ, പ്രത്യേകിച്ച് അമ്മ അറിയരുത്. എന്നാ കാര്യം എന്നാ? അമ്മയ്ക്ക് അടുത്ത കാലത്തെങ്ങാനും എന്തെങ്കിലും അപകടം പറ്റിയായിരുന്നു? പറ്റിയായിരുന്നു. എന്ത്? നീ ഈ വീട്ടിലോട്ട് വന്ന് കയറിയതാണ് അമ്മയ്ക്ക് പറ്റാവുന്നതിലെ ഏറ്റവും വലിയ അപകടം. എന്റെ പവിത്രേട്ട അതല്ല, ഞാൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും അപകടം പറ്റുമെന്ന്. നീ എന്നാ കാര്യം എന്നാ പറ. ശങ്കരേട്ടൻ പറഞ്ഞേ ഈ വീട് അമ്മയ്ക്ക് രാശിയല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന്. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ശരിയാണല്ലോ. പറ്റിയോ? 2 മാസം മുമ്പ് ഈ അമ്മച്ചി കാല് തെറ്റിയൊന്ന് വീണായിരുന്നു. ഒരാഴ്ച കിടപ്പിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ഓട് പൊട്ടി അമ്മച്ചിയുടെ തലേ വീണ് ഒരു 5-6 സ്റ്റിച്ചും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം കഞ്ഞി വാർത്തോണ്ടിരുന്നപ്പോൾ കയ്യിൽ നിന്ന് പാത്രം പോയിട്ട് നിലത്ത് വീണിട്ട് അമ്മയുടെ കാലെല്ലാം പൊള്ളി. ഓ, അത് ശരി. അപ്പൊ ശങ്കരേട്ടൻ പറഞ്ഞത് സത്യവാ, ഈ വീട് അമ്മയും കൊണ്ടേ പോവും. നീ എന്നാ ഈ പറയുന്നു? ഇതുവരെ പറഞ്ഞത് ശരിയല്ലേ? ഇനി വരാൻ പോകുന്നതേ പാമ്പാണെന്നാ പറഞ്ഞത്. പാമ്പ് കടിക്കുന്നതേ ഓടി വീഴുന്നത് പോലൊന്നും അല്ല. സംഗതി ക്ലോസ്. ഇങ്ങനൊരവസരം മുമ്പിലുള്ളപ്പം ഞാനായിട്ട് ഈ വീട് മാറാൻ സമ്മതിക്കുവോ? അത് മണ്ടത്തിലായി പോവില്ലേ? എന്തായാലും പാമ്പ് വരട്ടെ. അതുവരെ നമുക്ക് ഈ വീട്ടിൽ തന്നെ കഴിയാം. ഞാൻ പോയി പവിത്രത്തിന് വെള്ളം എടുത്തോണ്ട് വരാം. പിന്നെ എന്ന് പറഞ്ഞാൽ ശങ്കരൻ ചേട്ടനല്ലേ ഇവിടുത്തെ കാര്യം നോക്കുന്നത്? ചേന വരുമെന്ന്. രാവിലെ മുതൽ ഞാൻ ആലോചിക്കുമായിരുന്നു, സുമിത്ര പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്കിത്തിരി സൗകര്യമുള്ള വീട്ടോട്ട് മാറാടാ പവിത്ര. എന്റെ അമ്മയ്ക്ക് തുടങ്ങിയ അസുഖം. അസുഖമല്ല, എത്ര നാളായി നമ്മ ഈ വീട്ടിൽ താമസിക്കുന്നത്, മടുത്തു. ഒരു സൗകര്യമുള്ളൊരു വീട് നോക്ക്, നമുക്ക് അങ്ങോട്ട് മാറാം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അമ്മ വേറെ വല്ല കാര്യം ഉണ്ടെന്ന് നോക്ക് പറപ്പോ. ഓ, പെറ്റകളൊക്കെ ഒരു അപകടം വരാൻ പോണെന്ന് പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം കാണാത്ത നീ എന്ത് മോനാടാ? ആ പാമ്പങ്ങാനും വന്ന് എന്നെ കടിച്ച് ചത്തു കഴിഞ്ഞാലേ നിനക്കൊക്കെ കൂടി സൗകര്യമായിട്ട് ജീവിക്കല്ല. ആ ഞാൻ സമ്മതിക്കൂലടാ. എനിക്ക് ഇപ്പൊ ഈ വീട് മാറണം. എന്റെ അമ്മച്ചി, ഞാൻ പറയുന്ന അമ്മ ഒന്ന് കേക്കമ്മ. നീ ഒന്നും പറയണ്ട, എനിക്ക് ഈ വീട് മാറിയേ പറ്റുള്ളൂ. നിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ നീ എന്നോട് പറ, ഞാൻ തരാം നിനക്ക് കാശ്. എന്റെ അമ്മച്ചി ആദ്യം ഞാൻ പറയുന്നത് കേക്കമ്മ. നീ ഒന്നും പറയണ്ട. എന്താ അമ്മച്ചി പ്രശ്നം? ഓ, ഒന്നും അറിയാത്ത പോലെ വന്നേക്കാണ്. നിന്റെ ആശ നിന്റെ കയ്യിലിരിക്കുള്ളൂ. ഒരു 50 വർഷം കൂടി ജീവിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അമ്മച്ചി ഒന്ന് എന്താ പവിത്രേട്ടാ ഇത്? അമ്മച്ചിക്ക് എന്ത് പറ്റി? അമ്മച്ചിക്ക് ഇപ്പൊ തന്നെ ഈ വീട് അങ്ങ് മാറണമെന്നാ പറയുന്നത്. ആണോ?
അമ്മയുടെ ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. നിനക്ക് എന്നാടി നീ ഈ പറഞ്ഞെല്ലാം ഒളിഞ്ഞു ഒന്ന് കേട്ടിട്ട് കിടന്ന് കാണിക്കുന്ന കാട്ടായല്ലേ ഇതൊക്കെ? പിന്നെ എന്ന് പറഞ്ഞാൽ ശങ്കരൻ ചേട്ടൻ ഓരോ ഭ്രാന്ത് പറയുന്നതിന് അതിന്റെ പുറകെ പോകാൻ പോലും നമ്മൾ. ശങ്കരേട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഒക്കെ ഞാൻ കഴിയുന്നിട്ടല്ലേ. രാവിലെ ഞാൻ വീട് മാറുന്ന കാര്യം പറഞ്ഞപ്പോഴേ അമ്മ എന്താ പറഞ്ഞത്? സമ്മതിച്ചില്ലല്ലോ. ഇപ്പൊ സമ്മതിക്കുകയും ചെയ്തു. ഇനിയിപ്പൊ എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ നല്ല യോജിപ്പായി. നമുക്ക് വീട് മാറാൻ പവിത്രേട്ടാ. ഈ നേരായ വഴിക്ക് കാര്യം നടന്നില്ലെങ്കിൽ വളഞ്ഞ വഴിക്ക് നോക്കണമെന്നാ പ്രമാണം. നിങ്ങൾ പറഞ്ഞ പോലെ വീട് ഞാൻ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടിനും ഇഷ്ടപ്പെട്ട വീടാ. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് രണ്ടുപേരും അനുസരിക്കണം. അയ്യോ, പവിത്രേട്ടൻ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാൻ ഇതുവരെ പവിത്രേട്ടൻ പറയുന്നൊന്നും അനുസരിച്ചിട്ടില്ലെന്ന്. പവിത്രേട്ടന്റെ സന്തോഷം എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഇവളുടെ വർത്താനം കേട്ടാ തോന്നുന്നു ഇവന്റെ സന്തോഷത്തിന് ഞാൻ എതിരാണെന്ന്. മോളെ സുമിത്രേ, നീ വലിഞ്ഞേറി വന്നിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളു. ഞാൻ അവനെ പ്രസവിച്ചു വളർത്തിയ അമ്മയാണ്. അയ്യോ, ആ വിശേഷം ഒന്നും അങ്ങോട്ട് വിളമ്പാതിരിക്കുന്നതാ നല്ലത്. എന്റെ പവിത്രേട്ടൻ എന്തെങ്കിലും ബാക്കി രുചിയായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലേ അത് ഞാൻ വന്നു കയറിയതിന് ശേഷമാ. അതിനു മുമ്പ് അവൻ മണ്ണല്ലേ വാഴ്ത്തുന്നുണ്ടിരുന്ന അതല്ല ഇങ്ങനെ പോത്തുപോലെ വളർന്നു നിർത്ത്. ഒരു കാര്യം പറയാൻ വേണ്ടി നാക്കെടുത്ത് വളച്ചതേ ഉള്ളൂ, അന്നേരം തുടങ്ങിക്കണം രണ്ടും കൂടെ വഴക്ക്. എനിക്ക് അറിയാൻ മേലഞ്ഞോട്ട് ചോദിക്കും, നിങ്ങൾക്ക് രണ്ടിന് എന്നാത്തിന്റെ സൂക്കട? പഴയ വീടിനേക്കാൾ 750 രൂപ കൂടുതൽ ഈ വീടിന് വാടക. കൂടുതൽ പൈസ വരുവാണോ നീ തരാന്ന് പറഞ്ഞായിരുന്നു, അമ്മച്ചിയും പറഞ്ഞായിരുന്നു. ദേ ഇത് രണ്ടുപേരും ഇങ്ങോട്ട് തരണ്ട, അത് ഞാൻ എവിടുന്നെങ്കിലും ഉരുട്ടി മറിച്ചാണെങ്കിലും ഞാനത് കൊടുത്തോളാം. ഞാൻ പറഞ്ഞ കാശ് ഞാൻ തന്നോളാം. നിന്റെ കാശ് ആർക്ക് വേണം? ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കഴിയേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ലേ? ആരീ ഞങ്ങള്? ഞാനും എന്റെ കെട്ടിയോന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓ നിർത്തിക്കുക നിങ്ങള്. ഞാനൊരു കാര്യം പറയുക, ഞാൻ സംസാരിച്ച് തീരുന്നോടം വരെ നിങ്ങൾ രണ്ടുപേരും വാ തുറന്നാൽ എന്റെ തനിക്കൊണം അറിയും ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ടുപേരും ഇനി ഈ വീട്ടിൽ വഴക്കോ തുറക്കോ ഉണ്ടാവരുത്. അവനവന്റെ കാര്യം നോക്കി ജീവിച്ചോണം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറയണം. മനസ്സിലായോ? മനസ്സിലായി? മനസ്സിലായി. എനിക്കൊരു കാര്യം ചെയ്യ്, രണ്ടുപേരും ചെല്ല്, എനിക്കൊരു ചായ എടുത്തുണ്ടോ? എടി എന്നതാടി നോക്കി നിൽക്കുന്ന, പോയി ഒരു ചായ എടുത്തോണ്ട് വരാൻ. അമ്മച്ചി എടുക്കും. നിന്നെ പിന്നെ എന്തിനോട് കൊണ്ടുവന്നേക്കണത്? കെട്ടിയാണ് ചായ കൊടുക്കേണ്ടതേ, കെട്ടിയാക്കട കടമയാണ്. അങ്ങനെ എന്റെ സ്വഭാവം നിങ്ങൾ ചീത്തയാക്കരുത്. ഒരു കാര്യം ചെയ്യും, അമ്മ പോയി ഈ ചായ എടുക്ക. നീ എന്നാ പുഴുകാൻ നിൽക്കുവോ? നീ പോയി എന്റെ ഷർട്ട് തേച്ചിട്ട് പോ. അമ്മച്ചി, പവിത്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ ഒരു മാറ്റം? എന്താ? ഞാൻ ഫോൺ വിളിച്ചിട്ട് ഒരു ബീഫ് വാങ്ങിച്ചോണ്ട് വരുമെന്ന് ചോദിച്ചു. എന്റെ അമ്മച്ചി എന്റെ നേരെ ഒരു ചാടിക്കറിയാ. നന്നായി പോയി, നീ ഇപ്പൊ ബീഫ് തിന്നണ്ട. ഞാൻ ചോദിച്ചപ്പോ ഇത് അവസ്ഥയെങ്കിലേ അമ്മച്ചി ചോദിച്ചാലും ഇത് തന്നെയായിരിക്കും. ഇനി അങ്ങോട്ട് പവിത്രേട്ടന്റെ സ്വഭാവമൊക്കെ വേറെയാ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ അവൻ മേടിച്ചു തരും. കാത്തിരുന്നോ എന്റെ അമ്മച്ചി. ഇതൊക്കെ പവിത്രേട്ടന്റെ ഒരു അടവാണ്. നമ്മളെ വരട്ടി വീട്ടിലിരുത്തി കഴിഞ്ഞാൽ പവിത്രേട്ടന് തോന്നിയ പോലൊക്കെ നടക്കാമല്ലോ. സംശയം ഉണ്ടെങ്കിലേ അമ്മച്ചി ഒന്ന് വിളിച്ചു നോക്ക്, അപ്പൊ അറിയാലോ എന്താ പറയുന്നേന്ന്. ഒന്ന് വിളിച്ചു നോക്കാം അമ്മച്ചി. ഹലോ, നീ എവിടെ പവിത്ര? എന്നെ കാര്യം എന്നാ വെച്ചാ പറ. എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം. എന്താണാവോ? എനിക്കൊരു ചിക്കൻ കഴിക്കണം. നീ വാങ്ങിച്ചോണ്ട് വരുവോ? അപ്പുറത്തെ ഭാസ്കരൻ ചേട്ടൻ ഒരു കോഴി നിപ്പുണ്ട്, അതിനെ പിടിച്ചാൽ കറി വെച്ചോ. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണത്? പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? ചുമ്മാതിരിക്കുമ്പോ ഓരോ തോന്നലാ. നീ എന്ന് എനിക്ക് ചിക്കൻ വാങ്ങി തരാറുള്ളതല്ലേ? അതൊക്കെ ഞാനങ്ങ് നിർത്തി. ഞാൻ രാവിലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വീട്ടിലുണ്ടാക്കുന്ന കഴിച്ചാൽ മതി. അവർക്കിപ്പോ ചിക്കൻ തിന്നാനൊരു മോഹം. എന്ത് പറഞ്ഞു? വഴക്കുറഞ്ഞു. ഇന്നലെ അവരിങ്ങനെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മൾ തമ്മിൽ വഴക്കിടത്തില്ലെന്ന് പവിത്രേട്ടന് ബോധ്യമായി. ഇനിയിപ്പൊ നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. നമ്മൾ മര്യാദക്കാരായി പോയില്ലേ. അമ്മച്ചി, ഒരു വഴിയുണ്ട്. എന്താ? അമ്മച്ചി കൂടെ നിൽക്കുവോ? നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. എന്തിനേ? ഓ അമ്മച്ചി, ഒറിജിനൽ വഴക്കല്ല, അഭിനയം. പവിത്രേട്ടന് മുമ്പിൽ വെച്ച് നമ്മൾ പൊരിഞ്ഞ തല്ലുണ്ടാക്കുന്നു. ഇത് കാണുമ്പോഴേ പവിത്രേട്ടന്റെ സകല ശക്തിയും ചോർന്നു പോകും. നീ പറയണമെന്ന് എനിക്ക് മനസ്സിലാണല്ലോ. എന്റെ അമ്മച്ചി, അമ്മച്ചിക്ക് എന്റെ കൂടെ ഒന്ന് നിക്കാവോ? ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നിക്കാം. അതെ അമ്മച്ചി, പവിത്രേട്ടൻ വരുന്നുണ്ട്. പവിത്രേട്ടനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വഴക്കുണ്ടാക്കുമെന്നേ തോന്നുള്ളൂ. അതുപോലെ പെർഫോം ചെയ്തോളും. കേട്ടോ? എന്ത് പ്രശ്നം? ഞാനില്ലേ ഇവിടെ. അല്ലെങ്കിൽ മിനിറ്റിന് എന്നോട് വഴക്കുണ്ടാക്കുന്നതിന് ഒരു മടിയില്ലാത്ത ആളാ. ഇന്ന് എന്താ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്? തുടങ്ങാം. ദേ അമ്മച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മച്ചിയുടെ തോന്നിവാസത്തിനൊന്നും കൂട്ടി നിൽക്കാൻ എന്നെ കൂടെ പറ്റത്തില്ല.
അമ്മച്ചി ഞാൻ പറയണത് അനുസരിക്കാൻ പറ്റില്ല. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഞാൻ ഇവിടുന്ന് ഇറങ്ങാനോ? എന്നെ എന്റെ പവിത്രത്തിന് അന്തസ്സായിട്ട് താലി കെട്ടിക്കൊണ്ടുവന്നതാ ഇവിടെ. നീ അന്തസ്സായിട്ട് ഇവിടെ കയറി വന്ന കഥയൊന്നും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ നിന്റെ അന്തസ്. എന്റെ അന്തസ്സിന് എന്താ അമ്മച്ചി കുഴപ്പം? എന്താണെന്ന് നാട്ടുകാരോട് ചോദിക്കാം, അവര് പറയുമല്ലോ. അമ്മച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന പ്രശ്നമില്ല. നീയെല്ലാം നിന്റെ അപ്പുറത്തിരുന്നവളെ ഞാൻ ഇവിടെ ഇറക്കി വിടും. അറിയാമോ? നിനക്ക് എന്നെ അറിയാമോ? അമ്മച്ചി എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ട അമ്മച്ചിയുടെ മോനെ ഞാൻ കോടതി കയറ്റും. കോടതിന്റെ അച്ഛന് സ്ത്രീധനം കിട്ടിയതല്ലേ? അച്ഛന് പറഞ്ഞോണ്ടല്ലോ. മിണ്ടല്ല, കോടതിയിലൊക്കെ നമുക്ക് പിന്നെ പോകും. നിങ്ങളത് എന്നാ പ്രശ്നമെന്നാന്ന് പറയുന്നേ? അമ്മച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകത്തില്ല. നിന്നെ നിന്റെ അപ്പുറത്തിരുന്നവളെ ഞാൻ ഇവിടെ ഇറക്കി വിടും. അറിയാമോ നിനക്ക് എന്നെ? അന്വേഷിച്ചു നോക്കടി പോയി. അമ്മച്ചിയുടെ അപ്പൂപ്പൻ വിചാരിച്ചാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകും. എടി നീ എന്നെ ഉന്തിയക്കണാടി. എടി നീ എന്നെ ഉന്തിയക്കണാടി. ഹലോ, ആ ഡോക്ടറെ ഞാനാ. ഉന്തിയാടി. പിന്നെ എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി കേട്ടോ. ഇവിടെ പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, പൊരിഞ്ഞ യുദ്ധം. എന്താ കാരണം? ഇതെങ്ങനാന്ന് പറ. കാരണം എന്നാന്നൊന്ന് ചോദിക്കാൻ വരുന്നത് കേക്കണ്ടേ? അതിനൊന്നും അവര് ഗ്യാപ്പ് തരുന്നില്ലെന്ന്. എന്നതാണേലും ശരി, ഇന്നൊരു ശവം വിടാനുള്ള യോഗ്യത എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. അമ്മച്ചി വാ. മതി മതി മതി, എനിക്ക് വയ്യ. മതി, നിർത്താൻ മതി. എന്റെ അമ്മച്ചി അങ്ങനെ പറയല്ലേ. പവിത്രത്തിന് മുമ്പിൽ നല്ലതുപോലെ വഴക്കിട്ടെങ്കിലേ പ്രയോജനം ഉണ്ടാവുള്ളൂ. അമ്മച്ചി വന്നേ. നമ്മ ഇത്ര നേരം വഴക്കിട്ടിട്ട് അവനെന്താ പിന്നെ വരാഞ്ഞ പുറകെ? അമ്മച്ചിയുടെ പെർഫോമൻസ് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാ. ഞാൻ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യ്. ഇനി എന്നെ കുറ്റം പറ. നീ നേരത്തെ അവിടെ ഓടിപ്പോയപ്പോ എന്നെ ഉന്തിയില്ലേ? എനിക്കത്ര പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ നല്ലൊരു കാര്യത്തിനെല്ലാം തോന്നിട്ടാണ് ഞാൻ മിണ്ടാണ്ട് നിൽക്കണം. സുമിത്ര, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ എന്റെ ദേഹത്തോട്ടാലുണ്ടല്ലോ. അമ്മച്ചി ഇങ്ങനെയൊക്കെ ചെയ്താല് പവിത്രത്തിന് മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ വാ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട് വാ. എന്റെ ഡോക്ടറെ രാവിലെ രണ്ടുപേരോട് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത്. അന്നേരം ഞാൻ വിചാരിച്ചു ഇനി ഈ വീട്ടിൽ യാതൊരു രീതിയിലെ പ്രശ്നം ഉണ്ടാവുമല്ലെന്ന്. ഇതുങ്ങളെയൊക്കെ വിശ്വസിച്ച് എന്നെ വേണം തല്ലാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ അവസ്ഥയോ? ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്നാ, അമ്മച്ചിയെ മുറ്റത്തോട്ട് തള്ളിയിട്ടിട്ട് സുമിത്ര നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അമ്മച്ചി വേണ്ട അതിന്റെ പുറകെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെ വരുന്നുണ്ട്. എന്റെ സുമിത്ര വീണ്ടും കിഴക്ക് ഭാഗത്ത് നിന്നും ഊർജാതിരി ശക്തിയോടുകൂടി ഓടി വരികയാണ്. പെർഫോമൻസ് ആണ്. അമ്മച്ചി എന്റെ പുറകെ വെച്ച് പിടിപ്പിച്ചേക്കുവാ. എന്റെ ദൈവം, ഇല്ല കുഴപ്പമില്ല. വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവര് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഭൂമി വേണ്ട. സുമിത്ര വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തു നിന്നും കിഴക്ക് ഭാഗത്തേക്ക് വെച്ചലക്കിയിരിക്കുന്നു. അമ്മച്ചിക്ക് ഓടാൻ വേണമെങ്കിലും അമ്മച്ചിയെ കൊണ്ട് പറ്റുന്ന പോലെ അമ്മച്ചി കീച്ച് പുറകെ വിട്ടു പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. അല്ല അതങ്ങനെയാണല്ലോ, ഭൂമി ഉരുണ്ടതാണല്ലോ. എന്തായാലും അവര് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഇപ്പൊ തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. തീർച്ചയായിട്ടും അതിന്റെ വെയിറ്റിംഗിലാണ് ഞാൻ. ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം അവർ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ തുളസി തറയ്ക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ എന്തെങ്കിലും സംഭവിക്കും. അമ്മയെ ശ്രദ്ധിച്ച് ചെയ്യും. അമ്മ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യും. ന്യായമായ രീതിയിലുള്ള പെർഫോമൻസ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മച്ചിയുടെ മുഖത്തെ ആ ഭൃഗ്ലത എന്നൊക്കെ പറയുന്നത് പോലെ തരത്തിലുള്ള ആ മുഖമൊക്കെ പോകുന്ന കണ്ടാൽ ഏത് കുഞ്ഞും ഒന്ന് പേടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് എന്റെ അമ്മയും സുമിത്രയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നല്ല രീതിയിൽ അവർ അണച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വായിക്കൂടെ പതയല്ലാത്ത ബാക്കി എല്ലാം വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് വിളിക്കാം സാറേ. ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ഒരു മിനിറ്റ്. ഓട്ട മത്സരമൊക്കെ കഴിഞ്ഞോ രണ്ടുപേരുടെ? ആരാ ജയിച്ചേ? അമ്മ വെളിയിൽ നിന്ന് വല്ലതും വരുത്തണോ? ഓർഡർ ചെയ്ത് വല്ലതും കുടിക്കാനോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വരുത്തണോ അമ്മയ്ക്ക്? പത്തനംതിട്ടയോ? പവിത്രേട്ടൻ. അതൊക്കെ ടെൻഷൻ അടിക്കാതെ വിളിക്കുമ്പോ. പവിത്രേട്ട, എനിക്കിവിടെ പറ്റത്തില്ല, നമുക്ക് പോവാം. നമുക്കല്ല, അവനെ വിടൂല. നീ പോയി ഇവിടുന്ന്. അത് അമ്മച്ചല്ല തീരുമാനിക്കണത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം കേട്ടോ. നീ തള്ളെന്ന് വിളിക്കണോണ്ടി. അമ്മച്ചി എന്ത് പരിപാടി കാണിച്ചത്? എന്തിനാ എന്റെ പവിത്രനെ തല്ലിയത്? പവിത്രനല്ലതല്ല, ഞാൻ നിന്നല്ലേ തല്ലി. നീ എന്തിനാ മാറിക്കളഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് എന്നെ തല്ലി താഴെ ഇടാൻ ഞാൻ ഉദ്ദേശം അല്ലേ? നിങ്ങളോട് ഞാൻ അഭിനയിക്കാനല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ എന്നെ തല്ലാൻ പോയത്? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ടെന്ന്. നീ എന്താ പറഞ്ഞ? എന്റെ മകന് സമാധാനം കൊടുത്താൽ നമ്മ പറയണ അവരെ അനുസരിക്കൂലെന്ന് അല്ലേ? ഇത് എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അമ്മച്ചിക്കും കൂടി വേണ്ടിട്ടല്ലേ. ഒന്നിരിക്കുന്നു. കഴിഞ്ഞോ? നിങ്ങളുടെ അഭിനയമൊക്കെ കഴിഞ്ഞോ? നല്ലതായിരുന്നു കേട്ടോ. രണ്ടുപേരും ന്യായമായ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കഴിവിൻ പരമാവധി. ആ ഓട്ടത്തിൽ ശകലം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ.